ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമാനാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ്, വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതും അതുപോലെ സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണിത്. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കിയ ശേഷം ഇതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെ പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് പാല്, 100 ഗ്രാം ഫ്രഷ് ക്രീം, 50 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു ഹാഫ് ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, പിന്നെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഹാഫ് ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇത് 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് ഉള്ളത്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കാം. ഇത് 50 ഗ്രാം ബട്ടറാണ്, അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഉള്ളത്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് ചൈന ഗ്രാസ് ആണ്, അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ചൈന ഗ്രാസ് ഇല്ലാത്തവർക്ക് ജലാറ്റിൻ ഉപയോഗിക്കാം. ചൈന ഗ്രാസും ജലാറ്റിനും താല്പര്യമില്ലാത്തവർക്ക് കോൺഫ്ലോർ ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ ചൈന ഗ്രാസിൻ്റെ തരികൾ ബാക്കിയുണ്ടെങ്കിൽ ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരിപ്പയിൽ അരിച്ച് മാറ്റുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് പുഡിംഗ് ട്രേയിൽ ഒഴിക്കാം. ഞാൻ ഇവിടെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ഈ 2 ബൗളിലേക്ക് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് പുഡിങ്ങിൻ്റെ ടോപ്പിങ്ങിനുള്ള ബട്ടർ സ്കോച്ച് സോസാണ്. ഇനി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1/4 കപ്പ് ഫ്രഷ് ക്രീം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാരയെ ബ്രൗൺ കളർ ആവുന്നത് വരെ മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇത് കരിഞ്ഞു പോയാൽ നമ്മൾ ബട്ടർ സ്കോച്ച് സോസിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. നമ്മുടെ പഞ്ചസാര ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ബട്ടർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇത് ചൂട് മാറിയ ശേഷം ഇത് പുഡിങ്ങിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ
അപ്പോൾ നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.